Hi students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കൺസ്ട്രെയിൻസ്? നോക്കുക, മൂവിങ് ഒബ്ജക്ട്സ് കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ ആ മൂവിങ് ഒബ്ജക്ട്സിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുക. ഓക്കെ, കൺസ്ട്രെയിൻസ് ആർ ദ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ മൂവിങ് സിസ്റ്റംസ്. അല്ലേ, മൂവിങ് സിസ്റ്റത്തിൻ്റെ മോഷൻ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തുന്ന, അല്ലേ, ആ നിയന്ത്രണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ആ റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുക, നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ്, അല്ലെ, ബോബ് എന്ന് പറയുമ്പോൾ അതിലെ സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു വെയിറ്റ്, അല്ലേ, അതാണല്ലോ ബോബ്. അപ്പോൾ ആ സ്പെറിക്കലായിട്ടുള്ളൊരു ബോബ്, അപ്പോൾ ആ ബോബ് നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളെ സ്പേസിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. ആ ബോബ് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടൊന്നുമില്ല, അല്ലേ, അപ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ അതിന് സാധിക്കും. കാരണം എന്താണ്, ഒരു റെസ്ട്രിക്ഷൻസും അതിലില്ല. അപ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ് നമുക്ക് പറയാം. അതായത് 3 ഡിസ്റ്റിങ്ക്റ്റ് വേസിൽ അതിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് അതിനെ നമുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൂവ് ചെയ്യിപ്പിക്കാം, അല്ലേ, മുന്നിലേക്ക് എറിയാം, പിന്നിലേക്ക് എറിയാം, അല്ലേ, അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യിപ്പിക്കാം. ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനിൽ വേണമെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കാം. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറയുകയാണ്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ വേണമെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനെ 3 ഡിസ്റ്റിങ്ക്റ്റ് വേസിൽ അതിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വേസ് ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി മൂവ്ഡ് നോൺ ആസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സ്പേസിൽ എത്രയാണ്, 3 ആണ്. അതുകൊണ്ടാണ് അത് 3 ഡയമെൻഷണൽ മോഷൻ എന്ന് നമ്മൾ പറയുന്നത്, സ്പേസിലെ മോഷൻ. എന്നാൽ ഒരു പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് പ്ലെയിനിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയേ ഉള്ളൂ, 2 ഉള്ളൂ, അല്ലേ. നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യാൻ പറ്റും, ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്ന, അല്ലേ, ആ ഒരു മോഷൻ അവിടെ നടക്കില്ല. അപ്പോൾ നമുക്ക് ആ ഡിഗ്രി ഓഫ് ഫ്രീഡം അവിടെ ഇല്ലാതെ വീണ്. അപ്പോൾ അവിടെ പ്ലെയിൻ സർഫസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആയിട്ട് കുറയുന്നു. അതിന് കാരണം എന്താണ്, ആ മോഷന് ഒരു റെസ്ട്രിക്ഷൻ വരികയാണ്. ആ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ പ്ലെയിൻ സർഫസ് ആണ്. ആ സർഫസ് ഉള്ളത് കൊണ്ട് താഴത്തേക്ക് പോവാൻ ഒബ്ജക്റ്റിന് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വേ ഓഫ്, അല്ലേ, മോഷൻ അവിടെ ഇല്ലാതെയാവുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസിനെ, മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കുന്ന, അല്ലേ, ആ ഒരു സംഗതികളെ നമ്മൾ പറയുന്ന പേരാണ് കൺസ്ട്രെയിൻസ്. മനസ്സിലായല്ലോ പറയുന്നത്. കൺസ്ട്രെയിൻസ് ആർ ദ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദ മൂവിങ് സിസ്റ്റംസ്. ദേ ഡിക്രീസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കുന്നു. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം. നോക്കുക, സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ഇതൊരു സിമ്പിൾ പെൻഡുലാണ്, അല്ലേ. സിമ്പിൾ പെൻഡുലത്തിൽ നമുക്കറിയാം ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു, മറ്റേ എൻഡിൽ നമ്മളൊരു ബോബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആ ബോബിന് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഓസിലേഷൻ, അല്ലേ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ കെർവ്ഡ് പാത്ത്, എ സർക്കുലാർ പാത്ത് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു സർക്കുലാർ പാത്തിലൂടെ അതിൻ്റെ മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലേ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യും, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്, അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കർവ്ഡ് പാത്തിലൂടെ അല്ലെങ്കിൽ സർക്കുലാർ പാത്തിലൂടെ അതിൻ്റെ മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലേ. അവിടെ ശരിക്കും കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് ആര് കാരണമാണ് ഈ പാത്തിലൂടെ മാത്രമേ ഇതിന് മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് കാരണം ആരാണ്, ഈ ലെങ്ത് ഓഫ് ദ പെൻഡുലാണ്. ഈ ലെങ്ത് ഓഫ് ദ പെൻഡുലം, ഈ സ്ട്രിങ് ഇവിടെ ഉള്ളതുകൊണ്ട് ആ സ്ട്രിങ് മുറിച്ച് കഴിഞ്ഞാൽ അതിന് താഴത്തേക്കാണ് പോകാൻ സാധിക്കും, അല്ലേ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴത്തേക്ക് പോകാതിരിക്കാനുള്ള കാരണം ഇവിടെ ഈ സ്ട്രിങ് ഉള്ളത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ പെൻഡുലാണ് ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലമാണ്. ആ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇല്ലെങ്കിൽ അതിനിങ്ങനെ താഴത്തേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡിഗ്രി ഫ്രീഡം കൂടുമായിരുന്നു, അല്ലേ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ബ്ലോക്ക് സ്ലൈഡിങ് ഓൺ എ പ്ലെയിൻ സർഫസ്. ഒരു പ്ലെയിൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇപ്പോൾ ഒരു ഡെസ്കിൻ്റെ സർഫസ് ആണെന്ന് കരുതുക. അതിൻ്റെ മുകളിലൂടെ നമ്മളൊരു ബ്ലോക്ക്, ഇപ്പോൾ നമ്മളെ ഡസ്റ്റർ ഒരു ബ്ലോക്കാണ്, അപ്പോൾ അതിനെങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നു, അല്ലേ. അവിടെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ സർഫസ് ഓഫ് ദ ആ പ്ലെയിൻ സർഫസ് തന്നെയാണ്, അല്ലേ. ആ പ്ലെയിൻ സർഫസ് ഉള്ളതുകൊണ്ടാണ് താഴത്തേക്ക് പോകാൻ പറ്റാത്തത്. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, ആ താഴത്തേക്ക് മുകളിലേക്കുള്ള ആ മോഷൻ്റെ, അല്ലെങ്കിൽ താഴത്തേക്കുള്ള ആ മോഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം അവിടെ ഇല്ലാതെയാക്കുന്നത് ആ പ്ലെയിൻ സർഫസ് ആണ്, അല്ലേ. ആ പ്ലെയിൻ സർഫസ് ആണ്. അപ്പോൾ ആ പ്ലെയിൻ സർഫസ് അതിൻ്റെ മോഷൻ എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, താഴത്തേക്ക് പോകാതെ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അല്ലേ. അപ്പോൾ അത് അവിടുത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ആ സർഫസ് തന്നെയാണ്, പ്ലെയിൻ സർഫസ് തന്നെയാണ് അവിടുത്തെ കൺസ്ട്രെയിൻറ്റ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക്
ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഒരു ലീഫ് സർഫസിലൂടെ അല്ലേ, ലീഫിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്നു. ആ ലീഫാണ് അവിടുത്തെ കൺസ്ട്രെയിൻറ്റ്. അതില്ലെങ്കിൽ താഴത്തേക്ക് അതിന് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഈ കൺസ്ട്രെയിൻ എക്സാമ്പിളായിട്ട് പറയാനൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ തൽക്കാലം നമ്മൾ 2 എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നു. സിമ്പിൾ പെൻഡുലം, അതിനായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ നോക്ക് ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. ബ്ലോക്ക് സ്ലൈഡിംഗ് ഓൺ എ പ്ലെയിൻ സർഫസ് ഇറ്റ്സെൽഫ്, അതാണ് അവിടുത്തെ കൺസ്ട്രെയിൻറ്റ്. കൺസ്ട്രെയിൻറ്റ് എന്താണ്? റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ മോഷൻ ഓൺ എ സിസ്റ്റം. കൺസ്ട്രെയിൻസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ? ഈ 2 പോയിന്റുകൾ മനസ്സിലാക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് അറിയാലോ? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വേസ് ഇൻ which an object can be moved. Okay, in space degrees of freedom 3, in plane surface degrees of freedom 2, in one dimensional surface അല്ലേ degrees of freedom is limited to 1. സ്ട്രൈറ്റ് ലൈൻ മോഷനിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അതാണ് കൺസ്ട്രെയിൻസ്. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇനി കൺസ്ട്രെയിൻസിനെ നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻസ്. എന്താണ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻസ്? ഇക്വേഷൻസ് ബൈ വിച്ച് കൺസ്ട്രെയിൻസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് നോൺ ആസ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻസ്. ഇപ്പോൾ നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ? സിമ്പിൾ പെൻഡുലം ഇവിടെ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ അത് എത്രയാണ്? സ്മോൾ എൽ എന്ന് ഞാൻ കൊടുത്തു. ആ സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നു, മറ്റേ എൻഡ് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ബോബ്, ഒരു മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ നോക്ക്, ആ മാസിലൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും അല്ലെ? എന്നിട്ട് അത് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഓസിലേഷൻ്റെ ഒരു ചിത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്ക്, നമ്മുടെ ബോബ് ഇതാ ഇവിടേക്ക് എത്തി. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ ഈ പൊസിഷൻ നമ്മൾ എന്താ പറയുക? ഒരു ഫോഴ്സും കൊടുത്തില്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും അല്ലേ? ആ ഒരു പൊസിഷൻ നമ്മൾ പറയുക ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറയുക. അപ്പോൾ ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇവിടെ എത്തുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ തുടങ്ങുന്നു അല്ലേ? അപ്പോൾ ടേണിംഗ് പോയിന്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ടു ദ ടേണിംഗ് പോയിന്റ് ഈസ് ഹിയർ എക്സ്. അതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നു. ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇവിടെയും സ്ട്രിങ് ആണ് അല്ലേ? അപ്പോൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം എൽ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് എക്സ് ആണ്. ഇനി നോക്കി നോക്ക്, ഇവിടെ ഇതാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ സ്റ്റഡി ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒറിജിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ സിമ്പിൾ പെൻഡുലം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ പോയിന്റാണ്. അതിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റിൽ നിന്നുള്ള ഈ ടേണിംഗ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് തന്നെയാണ് എക്സ് അല്ലേ? ഇതിൽ നിന്നുള്ളതും എക്സ് തന്നെയാണല്ലോ വരിക. ഓക്കെ, ഇനി നോക്കി നോക്ക്, ആ പോയിന്റിൽ നിന്ന് ഈ ടേണിംഗ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ? വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ? അതാണ് എക്സ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ എന്നെടുക്കുന്നു. വൈ അല്ലേ ഇവിടെ നോക്ക്. അതായത് ഹിയർ ദ പോയിന്റ് അറ്റ് വേർ സിമ്പിൾ പെൻഡുലം ഈസ് ഫിക്സഡ് ഈസ് ടേക്കൺ ആസ് ദ ഒറിജിൻ ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ടു ദ ടേണിംഗ് പോയിന്റ് ഫ്രം ദാറ്റ് ഒറിജിൻ ഓഫ് ദ ഫ്രെയിം റെഫറൻസ് ഈസ് എക്സ്. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ടു ദ ടേണിംഗ് പോയിന്റ് എത്രയാണ് വരിക? വൈ. കണ്ടോ? വൈ അതായിരിക്കും വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇനി ലെങ്ത് ഓഫ് ദ പെൻഡുലം എൽ ആണ്. അപ്പോൾ നോക്ക്, നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് ഇവിടെ കിട്ടുന്നു. അതിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇറ്റ് ഈസ് ദ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ അസോസിയേറ്റഡ് വിത്ത് സിമ്പിൾ പെൻഡുലം. ഓരോന്ന് എന്താണെന്ന് അറിയണം. എക്സ് എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് അല്ലെങ്കിൽ പോയിന്റ് അറ്റ് വേർ ദ സിമ്പിൾ പെൻഡുലം ഈസ് ഫിക്സഡ് ടു ദ ടേണിംഗ് പോയിന്റ് ആണ്. That is the origin of frame of reference considered. Then y is the vertical distance from the point at where the string of the simple pendulum is fixed to the turning point, or it is the distance from the origin to the turning point. Okay, അപ്പോൾ x square plus y square is equal to L is the length of the simple pendulum. It is the constraint equation of the simple pendulum. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ മറ്റൊരു സിസ്റ്റത്തിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ കൂടി ഉണ്ടാക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം വെഡ്ജ് ആൻഡ് ബ്ലോക്ക്. അതായത് ഒരു വെഡ്ജിൻ്റെ ഇൻക്ലൈൻഡ് സർഫസിലൂടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നീങ്ങുകയാണ്. വി കൺസിഡർ മോഷൻ ഓഫ് എ ബ്ലോക്ക് സ്ലൈഡിങ് ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് എ വെഡ്ജ് അല്ലേ? ഇതാണ് വെഡ്ജ് കണ്ടോ? ഓക്കെ, ഇതാണ് വെഡ്ജ് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ഈ സർഫസ് ഉണ്ടല്ലോ, ഈ സ്ലോപ്പി സർഫസ് അല്ലേ?
അതിലൂടെ നമ്മുടെ ഒരു ബ്ലോക്ക്, ഈ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു, സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ നീങ്ങുന്നു. ഇവിടെ നമുക്ക് വെഡ്ജിൻ്റെ ആംഗിൾ ആണ് തീറ്റ. തീറ്റ ഈസ് ദ വെഡ്ജ് ആംഗിൾ. അപ്പോൾ ഇതിൻ്റെ തോന്നിയ മാതിരി മൂവ് ചെയ്യാനൊന്നും സാധിക്കില്ല അല്ലേ, അതിൻ്റെ മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു പ്രത്യേക ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യാനേ സാധിക്കുന്നുള്ളൂ അതിന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ദ വെഡ്ജ് ആണ്. ഈ ആംഗിൾ ആണ് ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ്. ഈ ആംഗിൾ മാറുന്നതിനനുസരിച്ചിട്ടാണ് മോഷന് മാറുക അല്ലേ. ഈ ആംഗിൾ ആണ് ഈ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ ആംഗിൾ ഓഫ് ദ വെഡ്ജ് ഈസ് ദ കൺസ്ട്രെയിൻറ്റ് ഹിയർ. ഓക്കെ, കൺസ്ട്രെയിൻറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ദ വെഡ്ജ് ആണ്. ആംഗിൾ ഓഫ് ദ വെഡ്ജ് ഈസ് ദ കൺസ്ട്രെയിൻറ്റ് ഹിയർ. ഓക്കെ, ഇനി നമ്മൾ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ നോക്കുക. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, എക്സ് ആക്സ് വൈ ആക്സ് ഉള്ളൊരു കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇരുന്നുകൊണ്ടാണ് ഈ മോഷൻ ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എഡ്ജാണ്, ഈ വെഡ്ജിൻ്റെ എഡ്ജാണ് ഈ എ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ആ പോയിന്റിലേക്ക് ഈ ഒറിജിനലിൽ നിന്നുള്ള ആ ഒരു ഹൈറ്റ്, അതാണ് എച്ച്. എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സോ, ക്യാപിറ്റൽ എക്സ് ഈസ് ദ ലെങ്ത് ഡിസ്റ്റൻസ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് എലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് ഫ്രം ദ ഒറിജിൻ അല്ലേ, അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് എലോങ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ അല്ലേ, ഹൊറിസോണ്ടൽ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് ഈ എ എന്ന് പറയുന്ന എഡ്ജ് ഓഫ് ദ വെഡ്ജിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. ക്യാപിറ്റൽ എക്സ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ടു ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ ടി എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ ബ്ലോക്ക് ഇതാ ഈ പൊസിഷനിൽ എത്തിയെന്ന് കരുതുക, ബി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്മോൾ എക്സും സ്മോൾ വൈ എന്താണ്, സ്മോൾ എക്സ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ടു ദ ബ്ലോക്ക് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ. ഈ ഒറിജിനിൽ നിന്നുള്ള ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം ടു ദ ബ്ലോക്ക് ഓഫ് ദ ബ്ലോക്ക് അല്ലേ. ബ്ലോക്കിലേക്കുള്ള ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആണ്. ഇനി സ്മോൾ വൈ എന്ന് പറയുന്നതോ നോക്ക്, അല്ലെങ്കിൽ നമുക്ക് വൈ ആക്സിസിൽ നിന്നുള്ളതെന്നും പറയാം കേട്ടോ. ഈ ഒറിജിൻ എന്ന് പറയുന്നതിന് പകരം വൈ ആക്സിസിൽ നിന്നുള്ള എക്സ് ആക്സിസിൽ നിന്നുള്ളതൊക്കെ പറയാം നമുക്ക്. ഓക്കെ, ഉദാഹരണത്തിന് എ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ടു ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം വൈ ആക്സിസ്. എച്ച് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ടു ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ്. ഓക്കെ, സ്മോൾ എക്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ് ടു ദ ബ്ലോക്ക്. വൈ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ടു ദ ബ്ലോക്ക്. ഈ രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഓരോന്നും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്ക്, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ദ വെഡ്ജ് ആണെന്ന് അറിയാം. ഇവിടെ എ ബി സി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇൻ ട്രയാംഗിൾ എ ബി സി ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്, അഡ്ജസൻറ്റ് സൈഡ് എ സി ആണ്. അപ്പോൾ എന്ത് വരും, ബി സി ബൈ എ സി എന്ന് വരില്ലേ. ഓക്കെ, ഇനി നോക്ക്, ബി സി എന്ന് പറയുന്നത് എത്രയാ വരിക, ഇത് ഇത്രയും സ്മോൾ വൈ ആണ്, അതിൽ ഇത്ര പോയി എച്ച് അല്ലേ, ഇതിൽ നിന്ന് ഇത് പോയാൽ നമുക്ക് എന്ത് കിട്ടും, ബി സി കിട്ടില്ലേ. അപ്പോൾ വൈയിൽ നിന്ന് എന്ത് കുറയ്ക്കണം, എച്ച് കുറയ്ക്കണം, അപ്പോൾ ഇത് കിട്ടും, ബി സി കിട്ടും അല്ലേ. അപ്പോൾ വൈ മൈനസ് എച്ച് ആണ്, ബി സി എന്ന് പറയുന്നത് വൈ മൈനസ് എച്ച് ആണ് എന്ന് കാണാം. ഇനി അതേപോലെ എ സി എന്താ നോക്കുക, എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ, ഇത് കുറയ്ക്കുക. അപ്പോൾ ഇത്രയും എന്താണ്, സ്മോൾ എക്സ് ആണ്, അതിന് എന്ത് കുറയ്ക്കണം, ക്യാപിറ്റൽ എക്സ് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും, എ സി കിട്ടും. അപ്പോൾ എന്തൊരു സ്മോൾ എക്സ് മൈനസ് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ നമുക്ക് നോക്ക്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ മൈനസ് എച്ച് ബൈ എക്സ് മൈനസ് എക്സ് എന്ന് കിട്ടി. ബി സിയുടെ സ്ഥാനത്ത് വൈ മൈനസ് എച്ച് ആണ്, എ സിയുടെ സ്ഥാനത്ത് എക്സ് മൈനസ് എക്സ് ആണ്. നോക്ക്, വൈ മൈനസ് എച്ചിനെ അവിടെ നിർത്തി, ഈ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ഐ അല്ലേ. അപ്പോൾ വൈ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ടാൻ തീറ്റ എന്ന് വരുന്നു. വൈനെ മാത്രം അവിടെ നിർത്തി, ഈ മൈനസ് എച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എച്ച് ആവും. അപ്പോൾ വൈ is equal to എച്ച് പ്ലസ് എക്സ് മൈനസ് എക്സ് ടാൻ തീറ്റ എന്ന് വരും. ഇറ്റ് ഈസ് ദ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഹിയർ. ഇതാണ് ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. ഓരോന്ന് എന്താണെന്ന് അറിയണം. വൈ എന്താണ്, ഹൈറ്റ് ഓഫ് ദ
ബ്ലോക്ക് ഫ്രം ദ എക്സ് ആക്സിസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. എച്ച് എന്താണ്? എച്ച് ഹൈറ്റ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം എക്സ് ആക്സിസ്. ഓക്കെ, എക്സ് എന്താണ്? സ്മോൾ എക്സ്. സ്മോൾ എക്സ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ടു ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം വൈ ആക്സിസ് ആണ്. ക്യാപിറ്റൽ എക്സ് എന്താണ്? ഹൊറിസോണ്ടൽ സ്മോൾ എക്സ് ആണ് അത് കേട്ടോ. സ്മോൾ എക്സ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ടു ദ ബ്ലോക്ക് ഫ്രം ദ വൈ ആക്സിസ് ആണ്. ക്യാപിറ്റൽ എക്സ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ടു ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം ദ വൈ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ തീറ്റ ആംഗിൾ ഓഫ് ദ വെഡ്ജ് ആണ്. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എച്ച് പ്ലസ് എക്സ് മൈനസ് എക്സ് ടാൻ തീറ്റയാണ് ഇവിടുത്തെ കൺസ്ട്രെയിന്റ് ഇക്വേഷൻ. ഞാനിതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? dy ബൈ ഡി ടി സി ഈക്വൽ ടു ഡി എച്ച് ബൈ ഡി ടി അല്ലേ, പ്ലസ് അടുത്ത ടൈം ഡി ബൈ ഡി ടി ഓഫ് എക്സ് മൈനസ് എക്സ് ടാൻ തീറ്റ എന്ന് വരും. പക്ഷെ ഇവിടെ എച്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഫ്രം എക്സ് ആക്സ്. അത് മാറുന്നില്ല. ഈ ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും എച്ച് മാറില്ലല്ലോ അല്ലേ. അപ്പോൾ എച്ച് അവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഡി എച്ച് ബൈ ഡി ടി എന്ന് പറയുന്നത് എത്ര വരുന്നു? 0 എന്ന് വരുന്നു അല്ലേ. ഡി എച്ച് ബൈ ഡി ടി 0 വരുന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഡി എക്സ് ബൈ ഡി ടി മൈനസ് ഡി എക്സ് ബൈ ഡി ടി ടാൻ തീറ്റ എന്ന് വരുന്നു. ഇനി നോക്ക്, നമുക്ക് ഡി ബൈ ഡി ടി എന്ന് എഴുതുന്നതിന് ഡി വൈ ബൈ ഡി ടി നമുക്ക് വേണമെങ്കിൽ വൈ ഡോട്ട് എന്ന് എഴുതാം. അങ്ങനെയാണ്, അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഡി എക്സ് ബൈ ഡി ടി എക്സ് ഡോട്ട് എന്ന് എഴുതാം, അതായത് എക്സിൻ്റെ മുകളിൽ ഒരു ഡോട്ട് ഇടുക. ഡി ക്യാപിറ്റൽ എക്സ് ബൈ ഡി ടിയെ എക്സ് ഡോട്ട് എന്ന് എഴുതാം. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഡി വൈ ബൈ ഡി ടിക്ക് വൈ ഡോട്ട് എന്ന് കൊടുത്തു. സി ഈക്വൽ ടു ഡി എക്സ് 0 പോയി, ഡി എക്സ് ബൈ ഡി ടിക്ക് എക്സ് ഡോട്ട് മൈനസ് ഡി എക്സ് ബൈ ഡി ടിക്ക് ക്യാപിറ്റൽ എക്സ് ഡോട്ട് ടാൻ തീറ്റ എന്ന് എഴുതാം അല്ലേ. എഗെയിൻ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനിയും നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഡോട്ട് കൂടി ഇവിടെ ഇട്ടാൽ മതി. അപ്പോൾ ഡി ബൈ ഡി ടി വൈ ഡോട്ട് എന്ന് പറയുന്നത് എന്ത് വരും? വൈ ഡബിൾ ഡോട്ട്. കണ്ടോ, 2 ഡോട്ടുകൾ ഇട്ടാൽ മതി. മീൻ ചെയ്യുന്നത് ഡി ബൈ ഡി ടി ഓഫ് വൈ ഡോട്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എക്സ് ഡോട്ടിനെ ഡി എക്സ് ഡോട്ട് ബൈ ഡി ടി എക്സ് ഡബിൾ ഡോട്ട് ആവും അല്ലേ, മൈനസ് ഡി ക്യാപിറ്റൽ എക്സ് ഡോട്ട് ബൈ ഡി ടി എന്താവും? എക്സ് ഡബിൾ ഡോട്ട് എന്ന് വരും. പിന്നെന്താ ബാക്കിയുള്ളത്? ടാൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് വൈ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡോട്ട് മൈനസ് ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട് ടാൻ തീറ്റ എന്ന് കിട്ടും. അതെന്താണ്? ആക്സിലറേഷൻ ഓഫ് വൈ ഡബിൾ ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആണ്. വൈ ഡോട്ട് പറയുമ്പോൾ ഡി വൈ ബൈ ഡി ടി, വൈ ഡബിൾ ഡോട്ട് എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. അതായത് നമ്മൾ വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ് ശരിക്കും അല്ലേ, ഡിസ്റ്റൻസ് ആണ്. അതായത് എക്സ് ആക്സിസിൽ നിന്ന് ബ്ലോക്കിലേക്കുള്ള ഡിസ്റ്റൻസ് അതിങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ടൈം ഡെറിവേറ്റീവ് ആണ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആണ് അല്ലേ. ഡിസ്റ്റൻസിൻ്റെ ഫസ്റ്റ് ഡി ബൈ ഡി ടി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്. ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലേ. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ അഥവാ വൈ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഓഫ് ബ്ലോക്ക് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഈ ബ്ലോക്കിന് ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ വൈ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത്. അതിനുള്ളൊരു എക്സ്പ്രഷനാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ദ മൂവിങ് ബ്ലോക്ക് അല്ലേ നമുക്ക് കണ്ടുപിടിച്ചു. മൂവിങ് ബ്ലോക്ക് ഓൺ ദ വെഡ്ജ് അല്ലെ, വെഡ്ജിലൂടെ മൂവ് ചെയ്യുന്ന ഈ ബ്ലോക്കിന്റെ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കൺസ്ട്രെയിൻസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആക്സിലറേഷൻ കണ്ടുപിടിച്ചത്. ഇവിടെ ഒരു കാര്യം, ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് വല്ലതും പരാമർശിച്ചോ? ഇല്ല അല്ലേ. അപ്പോൾ ഫോഴ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈവൺ ഇഫ് we are not we do not understand any idea about the force, we can find acceleration of the object. സാധാരണ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? F is equal to ma അല്ലേ, A is equal to F by m. അങ്ങനെ സിമ്പിളായിട്ട് ഈ രീതിയിലാണ് ആക്സിലറേഷൻ പക്ഷേ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫോഴ്സ് അറിഞ്ഞാൽ മാത്രമാണ് ഏത് ടൈപ്പ് ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ കൂളംബ് ഫോഴ്സ് ആണോ, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ. പക്ഷേ ഇവിടെ കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈവൺ ഇഫ് വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് അബൌട്ട് ഫോഴ്സ് വി ക്യാൻ ഫൈൻഡ് ആക്സിലറേഷൻ എന്നാണ്. അതായത് നമുക്ക് ഫോഴ്സിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമുക്ക് നിർബന്ധമായിട്ട് ഫോഴ്സ് അറിഞ്ഞിരിക്കണം. In order to find acceleration, we must know about the force imposed on the system. But here, when we apply constraint equation, we can find acceleration of the object even if we have no idea about the force. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നോക്കുക, ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമ്മൾ
ആക്സിലറേഷൻ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ കാണുകയാണെങ്കിൽ അവിടെ എച്ച് എന്ന് പറയുന്ന ഒരു ടേം, അതായത് ഈ ആളൊക്കെ വരും, ഈ ഹൈറ്റ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് എച്ച്, ആ എച്ച് ഒക്കെ വന്നിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ആക്സിലറേഷനിൽ കിട്ടുക ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ. ഇവിടെ എച്ചിനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിച്ചു അല്ലേ? കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എച്ചിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ആക്സിലറേഷൻ്റെ ഇക്വേഷനൊക്കെ വളരെ സിമ്പിളാവും കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ. എന്നാൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഈ എച്ച് പോലുള്ള പാരാമീറ്റേഴ്സൊക്കെ വന്നിട്ട് ഈ ഇക്വേഷനെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ആക്സിലറേഷൻ എക്സ്പ്രഷനൊക്കെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുക. കുറേ പാരാമീറ്റേഴ്സിനൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു എന്താണ്? നമുക്ക് ഫോഴ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കൺസ്ട്രെയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ടത്. വേറെയും 1-2 സിസ്റ്റംസ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അത്രയും ഭാഗങ്ങൾ നോക്കുക. താങ്ക് യു.